നമസ്കാരം. ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ചൂടത്ത് നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തൊന്ന് മാറ്റി വെക്കണം. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഇളക്കിയെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ടകളൊന്നും കാണാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ പാലൊന്ന് ചൂടാകാൻ വെക്കണം. തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പാലിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ വേറൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേന്ത്രപ്പഴം അരിഞ്ഞതാണ്. ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ മധുരമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പപ്പായയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല മധുരമുള്ള മുന്തിരിങ്ങ. പിന്നെ ഇതിലേക്ക് ഗ്രീൻ ഗ്രേപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പിന്നെ നട്ട്സ് ഒക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂവും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് മാതളനാരങ്ങയുടെ അല്ലികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മാതളനാരങ്ങയുടെ അല്ലികൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്.